ഏപ്രിൽ 1 വെറും വിടുദിനം മാത്രമല്ല, അത് ചരിത്ര ദിനം കൂടിയാണ്. ഏപ്രിൽ ഫൂളിന് തുടക്കമിട്ട രാജ്യം എന്ന ബഹുമതി ഫ്രാൻസിന് അവകാശപ്പെട്ടതാണ്. 16-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ മാർച്ച് 25 യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും പുതുവത്സര ദിനമായി ആഘോഷിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഏപ്രിൽ 1 വരെ ഫ്രാൻസിന്റെ പല പ്രദേശങ്ങളിലും പുതുവത്സരാഘോഷം നീണ്ടുനിന്നു. എന്നാൽ 1564 മുതൽ ജനുവരി 1 ആയിരിക്കും പുതുവത്സര ദിനമായി ആചരിക്കുക എന്ന് ഫ്രഞ്ച് രാജാവ് ചാൾസ് 9 പ്രഖ്യാപിക്കുന്നു. പുതിയൊരു കലണ്ടർ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിരുന്നു അത്. എന്നാൽ രാജാവിന്റെ പ്രഖ്യാപനം കാര്യമാക്കാതെ ചിലർ വീണ്ടും ഏപ്രിൽ 1 വരെ തന്നെ പുതുവത്സരം അടിച്ചുപൊളിച്ചു. ഈ വിഡ്ഢികളെ ഏപ്രിൽ ഫൂളുകൾ എന്ന് മറ്റുള്ളവർ പരിഹസിച്ചു. ഇതാണ് ലോക വിഡ്ഢി ദിനത്തിന്റെ തുടക്കം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏപ്രിൽ ഫൂൾ ആകുന്നയാളിനെ ഫ്രാൻസിൽ ഏപ്രിൽ മത്സ്യമെന്നും സ്കോട്ട്ലാൻഡിൽ ഏപ്രിൽ കുയിൽ എന്നും വിളിക്കുന്നു. എന്നാൽ കേവലം വിഡ്ഢിദിനം മാത്രമല്ല, ഇതൊരു ചരിത്ര ദിനം കൂടിയാണ്. പ്രശസ്ത വൈദ്യശാസ്ത്രജ്ഞനായ വില്യം ഹാർവിയും ആധുനിക ജർമ്മനിയുടെ പിതാവും നയതന്ത്രജ്ഞനുമായ ഓട്ടോ വൺ ബിസ്മാർക്കും ജനിച്ചത് ഏപ്രിൽ 1 തന്നെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ജനിച്ചത് 1935 വിഡ്ഢിദിനത്തിലാണെങ്കിൽ ജപ്പാനിൽ മിസ്തുബിഷി ബാങ്കും ബാങ്ക് ഓഫ് ടോക്കിയോയും ഒന്നായി ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കായി മാറിയത് 1996 ഏപ്രിൽ 1 ജർമ്മൻ ഏകാധിപതി അഡോൾഫ് ഹിറ്റ്ലറെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി മ്യൂണിക് ഉടമ്പടി കോടതി പ്രകാരം കോടതിയിൽ ജയിലിലടച്ചതും ഒരു വിഡ്ഢിദിനത്തിലാണ്. ഇന്ത്യയെ സംബന്ധിച്ചും ഏപ്രിൽ 1 വിശേഷ ദിനം തന്നെ. ആദായ നികുതി ആദ്യമായി ഏർപ്പെടുത്തിയത് 1869 വിഡ്ഢിദിനത്തിലാണെങ്കിൽ പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് സമ്പ്രദായം നിലവിൽ വന്നത് 1882 ഏപ്രിൽ 1 ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആദ്യത്തെ യൂണിറ്റ് സ്ഥാപിച്ചത് 1933 വിഡ്ഢിദിനത്തിലാണെങ്കിൽ ബർമയെ, ഇന്നത്തെ മ്യാൻമറിനെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് വേർതിരിച്ചത് 1937 ഏപ്രിൽ 1 മെട്രിക് നാണ്യവ്യവസ്ഥ ഏർപ്പെടുത്തിയത് 1957 വിഡ്ഢിദിനത്തിലാണ്. ആദ്യത്തെ അണുശക്തി കേന്ദ്രമായ താരാപൂർ പ്രവർത്തനയോഗ്യമായത് 1969 വിഡ്ഢിദിനത്തിലാണ്. ടെലിവിഷൻ സേവനം ആകാശവാണിയിൽ നിന്ന് വേർപ്പെടുത്തിയത് 1976 വിഡ്ഢിദിനത്തിലാണ്. നമ്മുടെ കൊച്ചു കേരളത്തെ സംബന്ധിച്ചും പ്രാധാന്യമേറിയ ദിനമാണ് ഏപ്രിൽ 1. KSRTCയും വാട്ടർ അതോറിറ്റിയും ഇന്നത്തെ രൂപത്തിലായത് വിഡ്ഢിദിനങ്ങളിലാണ്. യഥാക്രമം 1965 1984. പിന്നെയുമുണ്ട് പ്രത്യേകത. തിരുവിതാംകൂർ റേഡിയോ നിലയം ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്തത് 1950 ഏപ്രിൽ 1 എറണാകുളം ജില്ല ജന്മമെടുത്തത് 1958 വിഡ്ഢിദിനത്തിലാണെങ്കിൽ തിരുവിതാംകൂർ അഞ്ചൽ വകുപ്പിനെ അഖിലേന്ത്യാ പോസ്റ്റൽ സർവീസുമായി ലയിപ്പിച്ചത് 1951 ഒരു വിഡ്ഢിദിനത്തിലാണ്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടും ഏപ്രിൽ 1 പ്രാധാന്യമർഹിക്കുന്നു. ആദ്യമായി ഒരു ദിനപത്രം പ്രതിദിന കാലാവസ്ഥാ സൂചിക പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് 1875 ഏപ്രിൽ 1 ദ ടൈംസ് ഓഫ് ലണ്ടൻ ആണ് ആ ബഹുമതി സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ ടൈറോസ് 1 എന്ന കാലാവസ്ഥാ പഠന ഉപഗ്രഹം US നിന്ന് വിക്ഷേപിക്കപ്പെട്ടത് ഏപ്രിൽ 1 1960 ഏപ്രിൽ 1 പല യുദ്ധങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ഡച്ച് യുദ്ധം ആരംഭിച്ചത് 1572 ഏപ്രിൽ 1 1945 ഏപ്രിൽ 1 ജപ്പാന്റെ ഒക്കിനോവ ദ്വീപുകളിൽ US അധിനിവേശം ആരംഭിച്ചു. ഇതിനുമുപരി ഏപ്രിൽ 1 ഒരു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം കൂടിയാണ് എന്ന് നാം ഓർക്കണം. ഇനിയെങ്കിലും വിഡ്ഢിദിനം എന്ന് പറഞ്ഞ് ഏപ്രിൽ 1 വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം.